ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത് ഒരു ഡോൾ കേക്കിൻ്റെ വീഡിയോയാണ്. അപ്പോൾ മാർച്ച് 31 നമ്മുടെ ആൻലിയയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഡോൾ കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലൊക്കെ കൊടുത്തേക്കാം. അപ്പോൾ അതൊന്ന് കണ്ട് നോക്കിക്കോളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുൻപായിട്ട് ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഈ വീഡിയോയിൽ എങ്ങനെയാണ് സ്പഞ്ച് കേക്ക് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഇട്ടിട്ടില്ല. നമ്മളിതിന് മുൻപ് നമ്മളുടെ ചാനലിൽ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്കായിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ അതൊന്ന് കണ്ടോളൂ. പിന്നെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് ഡോൾ കേക്കിൻ്റെ മോൾഡ് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ 6 ഇഞ്ചിൻ്റെ കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ട്. അതിൻ്റെ പകുതി നമ്മൾ ഈ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതേപോലത്തെ 2 കേക്ക്, അതായത് ഒരെണ്ണം 6 ഇഞ്ചിൻ്റെ ട്രെയിലുള്ളതും പിന്നെ ഒരെണ്ണം നമ്മളുടെ ബാർബി കേക്കിൻ്റെ മോൾഡിലുള്ളതും, ആ 2 കേക്ക് നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടും ചോക്ലേറ്റ് സ്പഞ്ച് തന്നെയാണ് കേട്ടോ. നമ്മൾ എല്ലാ കേക്കും, അതായത് ഈ 6 ഇഞ്ചിൻ്റെ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാർബിയുടെ ആ മോൾഡിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുക്കാം. അതിന്മേൽ കുറച്ച് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇതിന്മേൽ നമുക്ക് മിൽക്ക് സിറപ്പ് ഒഴിച്ചൊന്ന് വെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ 6 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും 1/2 കപ്പ് വെള്ളവും അതുപോലെ തന്നെ 1/2 കപ്പ് പഞ്ചസാരയും കൂടി തിളപ്പിച്ചെടുത്ത് ചൂടാറിയ ശേഷമാണ് കേട്ടോ നമ്മൾ കേക്ക് വെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു ലെയർ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 കപ്പ് നല്ല തണുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്ത് നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്രീമാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കൊരു പാരറ്റ് നൈഫ് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ലെവലാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ പൈപ്പിംഗ് ബാഗിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് എല്ലാതും ഈവനായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ചെരിയും ഒരു ഭാഗത്ത് വലുതാവും. അപ്പോൾ അത് കാരണം നിങ്ങൾ അങ്ങനെയൊന്ന് ചെയ്തോളൂ. ഇനി നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്കിത് വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, അല്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഉചിതം പോലെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞങ്ങളിവിടെ ഓരോ ലെയറിലും ആദ്യം ഒരു ലെയർ കേക്ക് വയ്ക്കുന്നു, പിന്നെ അടുത്ത ലെയർ വിപ്പിംഗ് ക്രീം, പിന്നെ അതാ ചോക്ലേറ്റ് ഗനാഷ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒരു പാരറ്റ് നൈഫ് കൊണ്ടൊന്ന് എല്ലായിടത്തേക്കും ആവുന്ന രീതിയിലൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം നമ്മളുടെ മിൽക്ക് സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു ലെയർ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് 2 ടേബിൾ സ്പൂൺ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് കേക്ക് എല്ലാ ലെയറും ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ അവസാനത്തെ ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം കൊണ്ട് നമ്മുടെ കേക്ക് മുഴുവൻ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബാക്കി ആ സൈഡിലുള്ള ആ വിപ്പിംഗ് ക്രീം ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കേക്ക് നമ്മളുടെ ഫ്രിഡ്ജിൽ ഒരു 15 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കാം, എല്ലാതും ഒന്ന് സെറ്റ് ആവുന്ന വരെ. അങ്ങനെ നമ്മൾ 15 മിനിറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കേക്ക്. നമ്മൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത് ഇതേപോലത്തെ നോസിലാണ്. ഇത് നമ്മൾ റോസാപ്പൂവ് വരയ്ക്കാനായിട്ട്, റോസറ്റ്സ് അല്ല, റോസാപ്പൂ വരയ്ക്കാനായിട്ട് നമുക്കിത് കടയിൽ നിന്നൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. ഇത് എഴുതിയേക്കണത് 611 എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആദ്യം നമ്മൾ ഈ നോസിൽ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ സൈഡിൽ 2 ഡ്രോപ്പ് പിങ്ക് ഫുഡ് കളർ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വൈറ്റ് വിപ്പിംഗ് ക്രീം ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേപോലത്തെ നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. റാറാന്ന് എഴുതുന്ന പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ നമുക്ക് ഒരു 2 ലൈൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് ആദ്യത്തെ ലൈൻ. അതേപോലെ നമുക്കൊരു 2 ലെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളിത് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ആ ടിപ്പിൻ്റെ അവിടെ കുറച്ച് വിപ്പിംഗ് ക്രീം കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അത് തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു ലൈൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അതും ഈ ഒരു വിപ്പിംഗ് ക്രീമിൽ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ നമുക്ക് ആ ഒരു സെക്കൻഡ് ലെയർ മുഴുവൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേപോലെ നമ്മളൊരു 3 ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി നമ്മൾ അടുത്ത ലെയർ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളുടെ ആ വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മളൊരു 4 ഡ്രോപ്പ് പിങ്ക് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ വിപ്പിംഗ് ക്രീമിലേക്കാണ് കേട്ടോ ചേർക്കുന്നത്. അതിനുശേഷം നമ്മൾ അതേ പൈപ്പിംഗ് ബാഗിലേക്ക് തന്നെയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കുറച്ച് പിങ്ക് കളർ നേരത്തെ ഉണ്ടായിരുന്നു, അതാണ് നമ്മൾ എക്സ്ട്രാ വേറെ ചേർത്തിട്ടൊന്നുമില്ല. അപ്പോൾ അതേപോലെ നമുക്കൊരു 3 ലെയറും കൂടി ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു 3 ലൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു 3 കളറായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അടുത്തത് അതിനെക്കാട്ടും ഡാർക്ക്, പക്ഷേ ഞങ്ങൾ ചേർത്ത് കൊടുത്തു. പക്ഷേ ഞങ്ങൾക്ക് അതേപോലെ ഏകദേശം അതിനോട് സാമ്യപ്പെട്ട ഒരു കളറാണ് കിട്ടിയത്. എന്നാലും നമ്മൾ അതുകൊണ്ടും ആ കേക്ക് മുഴുവൻ അങ്ങനെ ചെയ്തെടുത്തു കേട്ടോ, അതേ ഡിസൈനിൽ കേട്ടോ. നമ്മൾ ബാർബിയുടെ ആ ഒരു ബോഡി ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതേപോലത്തെ ബാർബി ഇപ്പോൾ എല്ലാ ബേക്കിംഗ് ഷോപ്പിലും വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചതിനൊരു 80 രൂപയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഇതേപോലെയാണ് നമുക്കിങ്ങനെ കുത്തി വെക്കാനായിട്ടൊരു സ്റ്റിക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മളുടെ ഏറ്റവും ചെറിയ സ്റ്റാർ നോസിലാണ്. അതിൽ നമ്മൾ 2 ഡ്രോപ്പ് പിങ്ക് ഫുഡ് കളർ വൈറ്റ് വിപ്പിംഗ് ക്രീമിൽ ചേർത്ത് കൊടുത്തിട്ട് അതുകൊണ്ടാണ് നമ്മൾ ബാർബിയുടെ ബോഡി ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതേപോലെ നമുക്ക് ആ ബാർബീനെ ഫുള്ള് ഡിസൈൻ ചെയ്തെടുക്കാം. നമ്മൾ ആ ഒരു കൈയിൻ്റെ അവിടെ നമ്മളൊരു 2 ലൈൻ സ്റ്റാർ നോസിലുകൊണ്ട് തന്നെ ഒരു വാറ് പോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്യും. ഞങ്ങളിപ്പോൾ ഇതേപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ സിൽവർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ബാർബിയുടെ എല്ലായിടത്തായിട്ട് നമ്മളുടെ സിൽവർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ കേക്കിൻ്റെ ആ നടുവിലായിട്ട് ഇതേപോലെ നമുക്ക് ആ ബാർബിയുടെ ആ ഒരു സ്റ്റിക്ക് കുത്തി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ബാർബീനെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്, നല്ല രസമുണ്ട്. നമ്മുടെ സുന്ദരിയായിട്ടുള്ള ബാർബീനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ വീഡിയോ വ്ളോഗൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ കേക്ക് സിക്കിൾസിനെയും കേക്ക് പോപ്സിനെയും കപ്പ് കേക്ക്സിൻ്റെയും വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.